നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഭൂമിയിൽ മഴ ഒട്ടുമേ ഇല്ലാതെയായി. കൃഷിയെല്ലാം നശിച്ചു. എല്ലാവരും പട്ടിണിയിലായി. എങ്ങും അശാന്തിയാണ്. ദേവന്മാരും മനുഷ്യരും അസുരന്മാരും ബ്രഹ്മാവിനെ കണ്ട് കാര്യമുണർത്തിച്ചു. ബ്രഹ്മദേവൻ ദാ എന്ന അക്ഷരം മാത്രമാണ് മറുപടിയായി പറഞ്ഞത്. ഇത് കേട്ട ദേവന്മാർ വിചാരിച്ചു, ദാ എന്നാൽ ദമം എന്നായിരിക്കും ബ്രഹ്മദേവൻ ഉദ്ദേശിച്ചതെന്ന്. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ഭോഗാസക്തരായി ജീവിക്കരുതെന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞതെന്ന് ദേവന്മാർ ചിന്തിച്ചു. ഇന്ദ്രിയ നിയന്ത്രണത്തോടെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു. മനുഷ്യർ ചിന്തിച്ചത് മറ്റൊരർത്ഥത്തിലാണ്. ദാ എന്നാൽ ദാനമെന്നാണ് അവർ മനസ്സിലാക്കിയത്. അന്യരുടേതുകൂടി സ്വന്തമാക്കാതെ സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്കു കൂടി കൊടുക്കണമെന്ന് മനുഷ്യർ ഉറപ്പിച്ചു. അസുരന്മാർ ചിന്തിച്ചത് മറ്റൊരു വഴിക്കാണ്. ദാ എന്നാൽ ദയ വേണമെന്നായിരിക്കും ബ്രഹ്മദേവൻ പറഞ്ഞതെന്ന് അവർ ചിന്തിച്ചു. അതിനാൽ ഇനി മുതൽ എല്ലാവരെയും സ്നേഹിക്കണം, സകലരോടും ദയാപൂർവം പെരുമാറണമെന്ന് അസുരന്മാർ ചിന്തിച്ചുറപ്പിച്ചു. അങ്ങനെ 3 കൂട്ടരും അവരവരറിഞ്ഞത് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയതോടെ ദമം, ദാനം, ദയ എന്നീ ഗുണങ്ങൾ സമൂഹത്തിൽ അഭിവൃദ്ധിപ്പെട്ടു. ദമവും ദാനവും ദയയും ഉള്ളിടത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. അനുസരണ മധുരരസ വചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ. ശൃണു സുമുഖി തവ ചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദ മേ. നിഖില ജഗദധിപമസുരേശമാലോക്യ മാം നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ത്വരിതമതി കുതുകമൊടുമൊന്നു നോക്കിയിടു മാം ത്വൽഗതമാനസനെന്നറികെന്നെ നീ. ഭവതി തവ രമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളെടോ. പല സമയമഖില ദിശി നന്നായി തിരക്കിലും ഭാഗ്യവതാമപി കണ്ടു കിട്ടാപരം. അടുത്തതായി രാമായണ ദർശനം. ദ്വയാർത്ഥത്തോടെ രാവണൻ ശ്രീരാമനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. രാമനെ പ്രതീക്ഷിക്കേണ്ടെന്നും വ്യവസ്ഥയില്ലാത്ത വ്യക്തിയാണെന്നുമുള്ള നിന്ന വാക്കുകൾ രാവണൻ സീതയോട് പറയുന്നു. അതേസമയം ശ്രീരാമൻ പരമാത്മാവാണെന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് അനേകം ജന്മങ്ങളുടെ സുഹൃതമാണെന്നും രാവണൻ പറയുന്നു. വാൽമീകി രാമായണത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ ഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ സ്വാമിജിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
സീതാദേവിയെ പ്രലോഭിപ്പിച്ച് പ്രണയാഭ്യർത്ഥന ചെയ്യുകയാണ് രാവണൻ. അത്യന്തഭീതയായി ശിരസ് കുനിച്ച് കാൽമുട്ടുകളിൽ അമർത്തി വെച്ച് കുനിഞ്ഞിരിക്കുന്നു സീതാദേവി. ആ സീതാദേവിയെ കണ്ട് നീ എന്തേ എന്നെ നോക്കാത്തത്, നീ എന്ത് മറഞ്ഞിരിക്കുന്നു എന്നും മറ്റും ചോദിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് രാവണൻ. ത്വരിതമതി കുതുകമൊടുമൊന്നു നോക്കിയിടുമാം ത്വദ്ഗതമാനസനെന്നറികന്നെ നീ ഭവതി തവരമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളെടോ. പല സമയം അഖില ദിശി നന്നായിത്തിരകിലും ഭാഗ്യവതാമപി കണ്ടുകിട്ടാ പരം. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ. ഈ ഭാഗത്ത് വാൽമീകീയ രാമായണത്തിൽ തനിക്ക് വശകയാവാൻ സീതയോട് ആവർത്തിച്ച് പറയുകയും തനിക്ക് എന്തെല്ലാം രത്നങ്ങളും ആഭരണങ്ങളും സമ്പത്തുമുണ്ടോ എല്ലാം നിനക്കധീനമാണെന്നും ഒട്ടനേകം സ്ത്രീകൾ സുന്ദരിമാർ തനിക്ക് വശകരാണെങ്കിലും നിന്നെ ഞാൻ പട്ടമഹിഷിയാക്കി അഭിഷേകം ചെയ്യുമെന്നും മറ്റും രാവണൻ പറയുന്നുണ്ട്. എന്നാൽ അധ്യാത്മരാമായണത്തിലാകട്ടെ ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി രാമനെ നിന്ദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇത് അധ്യാത്മരാമായണത്തിൽ മാത്രമുള്ള സവിശേഷതയാണ്. ഓരോ വാക്യവും തന്നെ ദ്വയാർത്ഥത്തോടു കൂടിയതാണ്. ഒരു ദൃഷ്ടിയിൽ രാമനെ നിന്ദിക്കുന്നു, നിനക്ക് രാമനെ കൊണ്ട് കാര്യമില്ലെന്ന് പറയുന്നു. മറ്റൊരു ദൃഷ്ടിയിൽ രാമനെ സ്തുതിക്കുകയാണ്. നോക്കൂ, ഞാൻ ത്വദ്ഗത മാനസനാണ്, നിന്നിൽ സമർപ്പിതമായ മനസ്സോടുകൂടിയവനാണ്. അതുകൊണ്ട് കുതുകഭാവത്തോടുകൂടി നീ എന്നെ നോക്കിയാലും താത്പര്യം, അല്ലയോ മഹാമായേ, ഞാൻ നിൻ്റെ ഭക്തനാണ്. നിന്നെ പ്രാപിക്കുന്നതിന് മാത്രം ഇച്ഛയോടുകൂടിയ ഈ ഭക്തനായ എന്നെ നീ ഒന്ന് തൃക്കൺ പാർത്ത് നോക്കണമേ എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥം, നിന്നിൽ അത്യന്തം കാമാസക്തനായിരിക്കുന്ന എന്നോട് നീ കരുണ കാണിച്ച് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. ഭവതി തവരമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളെടോ. ഇവിടെ രണ്ടർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദോഷമായിട്ടുള്ള അർത്ഥം, നീ വെറുതെ രാമനെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കണ്ട. രാമൻ നിന്നെ തേടി വരികയൊന്നുമില്ല. അതുകൊണ്ട് നീ ഇപ്പോഴും മനസ്സിൽ രമണനായിട്ട് ശ്രീരാമനെ വെച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ശ്രീരാമൻ ഒരു വ്യവസ്ഥയുമില്ല. അയാൾ വന്നുകൊള്ളും എന്നില്ല, വരണമെന്നില്ല. അതുകൊണ്ട് രാമനെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ഇവിടുത്തെ ശ്രേഷ്ഠമായ അർത്ഥം അത് രാമസ്തുതിയാണ്. ശ്രീരാമൻ സാക്ഷാൽ പരമാത്മാവാണ്. അതുകൊണ്ട് സർവരെയും ആനന്ദിപ്പിക്കുന്നവനായ രമണനായ ആ രാമനെ ദശരഥ തനൂജനായി, ദശരഥപുത്രനായി ശ്രീരാമനായി അവതരിച്ചിരിക്കുന്ന ഭാവത്തെ വാസ്തവത്തിൽ പാർത്താൽ, നിരൂപണം ചെയ്താൽ, വിചാരം ചെയ്താൽ ചിലർക്ക് കാണാം, ചിലപ്പോൾ ചിലർക്കേ കാണാനൊക്കും. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഏതോ ഒരാൾ തത്വജ്ഞാനാർത്ഥം അഥവാ ഈശ്വര സാക്ഷാത്കാരാർത്ഥം പരിശ്രമിച്ചെന്ന് വരാം. അങ്ങനെ യോഗസാധനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിൽ ഏതോ ഒരാൾക്കാണ് അവിടുത്തെ ദർശനം ലഭിക്കുന്നത്. ആർക്കാനെങ്കിലും എപ്പോഴെങ്കിലുമേ കണ്ടുകിട്ടാൻ സാധിക്കും. അത്ര ദുർലഭമാണ് ഈശ്വര ദർശനം. ചിലപ്പോൾ കാണപ്പെടും, ചിലപ്പോൾ കാണപ്പെടില്ല. പക്ഷേ നിരൂപണം ചെയ്യുന്നവർക്കേ കാണാൻ സാധിക്കും. വിചാരം ചെയ്യുന്നവർക്കേ ആ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഏവം ദുർലഭമാണ് ഈശ്വര ദർശനം. ഇങ്ങനെ രണ്ടർത്ഥങ്ങൾ നമുക്ക് രാവണവാക്യത്തിന് മനസ്സിലാക്കാം. ഭവതി തവ രമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളെടോ. പല സമയം അഖില ദിശി നന്നായിത്തിരകിലും ഭാഗ്യവതാമപി കണ്ടുകിട്ടാപരം. ഹേ സീതേ,
നീ രാമനെ അന്വേഷിച്ച് എന്തിനാണ് ഇരിക്കുന്നത്? രാമൻ നിന്നെ തേടി വരികയൊന്നുമില്ല. അന്വേഷിച്ചാൽ പോലും അവനെ കണ്ടു കിട്ടില്ല. ഇനി നിൻ്റെ അരികിലേക്ക് അവൻ വരില്ല എന്ന് മാത്രമല്ല, അവനെ അന്വേഷിച്ചാൽ പോലും അവനെ കണ്ടു കിട്ടില്ല. അതുകൊണ്ട് നീ അവനെ പ്രതീക്ഷിച്ചിരിക്കാതെ എന്നെ പ്രാപിക്കൂ എന്ന് ഒരർത്ഥം. എന്നാൽ ഉത്കൃഷ്ടമായ അർത്ഥം എല്ലാ ദിക്കിലും എല്ലായിടത്തും ഈശ്വരാന്വേഷണം ചെയ്താലും അത്യന്ത ഭാഗ്യവാന്മാർക്ക് പോലും ഈശ്വര ദർശനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മായായവനികയാൽ മറയ്ക്കപ്പെട്ടതുകൊണ്ട് താത്പര്യം നമ്മൾ വിവിധ ദിക്കുകളിൽ, പദാർത്ഥങ്ങളിൽ, വസ്തുജാലങ്ങളിൽ ഈശ്വരതത്വത്തെ അന്വേഷിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിൽ അന്വേഷിക്കുമ്പോഴും ആ പാരമാർത്ഥികമായ തത്വദർശനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭാഗ്യവാന്മാർക്ക് പോലും ഈശ്വര ദർശനം സുദുർലഭമാണ് എന്ന് താത്പര്യം. ഇങ്ങനെ ദ്വയാർത്ഥങ്ങളോട് കൂടിയ വാക്യങ്ങളാണ് ഇവിടെ അധ്യാത്മരാമായണത്തിൽ വിനിയോഗിക്കുന്നത് മുഴുവൻ. ആവർത്തിക്കുന്നു, ഇത് അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണ്. ഏതായാലും തുടർന്ന് ഈ ഭാഗം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. പരസ്പരം മാതൃകയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കൂ. മറ്റൊരാളുടെ മുന്നിൽ മാതൃകയാകാൻ ശ്രമിക്കുന്നവർ ആത്മസംയമനത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഈ വിഷയം ഭാഗവതത്തിലൂടെ വ്യക്തമാക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. മാതൃകയാകുന്ന ദമ്പതികൾ എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പരസ്പരം മാതൃകയായി കഴിഞ്ഞാലാണ് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒക്കെ ഗുണങ്ങൾ ആർജിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇപ്പോൾ എന്നെ കാണാനൊരു ഭാര്യയും ഭർത്താവും കൂടെ വരുമായിരുന്നു. രണ്ടുപേരും അധ്യാപകരാണ്. മക്കളില്ല. ഇപ്പോൾ രണ്ടുപേർക്കും വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് എന്നുള്ളത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമാനമായി കണ്ടിരുന്നതാണ് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അധ്യാപകൻ വരുന്ന വഴിയിൽ ഒരു വിദ്യാർത്ഥി നിൽക്കാൻ പോലും പേടിക്കുമായിരുന്നു. ആ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുക്കെ വന്നു, ദമ്പതികൾ വന്നു. പ്രധാനമായിട്ടും ഭാര്യയ്ക്ക് പറയാനുള്ള പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താവ് എപ്പോഴും ദേഷ്യപ്പെടും. അപ്പോൾ മക്കളില്ലാത്തതുകൊണ്ട് രണ്ടുപേരും മക്കൾക്ക് കൊടുക്കേണ്ട ദേഷ്യം കൂടി ഭാര്യയ്ക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും മാത്രമുള്ളൊരു വീട്ടിനകത്ത് അവരുടേതായ കുറവുകളും തെറ്റുകളും കൊണ്ട് ജീവിക്കുന്ന ഒരന്തരീക്ഷത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് പരിമിതത്വങ്ങളുണ്ട്. ആത്മീയമായ വിജ്ഞാനമില്ല. അവരെ സംബന്ധിച്ച് അവർ പഠിപ്പിക്കുന്ന ഒരാൾ മലയാളമാണെങ്കിൽ മറ്റേയാൾ ഹിസ്റ്ററിയാണ്. ഈ ചരിത്രവും ഭാഷയും തമ്മിൽ ചിലപ്പോഴൊക്കെ പരസ്പര ഭിന്നതകൾ വരാറുണ്ട്. ആ ഭിന്നത അവരുടെ ജീവിതത്തിലും കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കാൻ തുടങ്ങി. പരസ്പരം അകൽച്ചയുടെ പാത സ്വയം തിരഞ്ഞെടുത്തു തുടങ്ങി. ഭർത്താവിൻ്റെ ദേഷ്യത്തെ ഓരോ ദിനം പ്രായം കൂടുന്തോറും സഹിക്കാൻ പറ്റാത്തൊരു സ്ത്രീത്വമായി മാറി. അങ്ങനെ വന്ന ആ സ്ത്രീ അവസാനം ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഒരു കാര്യം ചെയ്യുക നിങ്ങൾ, ഇനി ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഭാര്യ പ്രതികരിക്കാണ്ടിരിക്കുക. അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കെടുത്താൻ വെള്ളമല്ലാണ്ട് നെയ്ക്ക് പറ്റില്ലല്ലോ എന്ന് പറയുന്ന പോലെ, ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും നമ്മുടെ ദേഷ്യം കൂടെ എടുത്തിട്ടാൽ അതൊന്നും കൂടെ ജ്വലിക്കുകയുള്ളൂ, ദേഷ്യം കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സംയമനം പാലിച്ചാൽ കുറച്ച് നിയന്ത്രണം ഇദ്ദേഹത്തിൽ വരുത്താൻ പറ്റും. അങ്ങനെ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളെല്ലാം കേട്ട് പോയി.
ഭാര്യ ഇതെല്ലാം സ്വീകരിച്ചു. ഭർത്താവിൻ്റെ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഭാര്യ സംയമനത്തോടു കൂടി നിന്നു. പിന്നെ പ്രാർത്ഥിക്കാനും പറഞ്ഞു കൊടുത്തു കുറച്ചൊക്കെ. ഈ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം ഇതാണ്, നമുക്ക് പെട്ടെന്ന് സഡൻ കയറി പ്രതികരിക്കുന്ന സ്വഭാവമൊക്കെ നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. കുറച്ച് സംയമനത്വം നമുക്ക് വരും. കാര്യം മനസ്സിനെ ഒതുക്കി നിർത്താൻ പ്രയത്നിക്കുന്നതാണല്ലോ പ്രാർത്ഥന. അപ്പോൾ അതിന് മറ്റുള്ള വിഷയങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഇതുപോലുള്ള വ്യവഹാര വിഷയങ്ങൾക്കകത്ത് നിയന്ത്രണം പാലിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പതുക്കെ പതുക്കെ മാറി മാറി വന്നു. ഭർത്താവ് പിന്നീട് ദേഷ്യപ്പെടാണ്ടുമായി. അപ്പോൾ ഇങ്ങനൊരു മാറ്റം നിങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകരുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ സ്വയം ഒരാൾ നിയന്ത്രിക്കുകയും സംയമനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ ആവും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ്, ത്വം നഹ സുരാണാമസി സാന്മയാനാം കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ ത്വം ദേവശക്തിയാം ഗുണകർമ്മയോഗോ രേജഃ ത്വജായാം കവിമാത തേജ. ദേവ അല്ലയോ ദേവ, സ്വാന്വയാനാം അന്യങ്ങളോട് കൂടിയ, സുരാണാം നഹ ദേവന്മാരായ ഞങ്ങളുടെ, അല്ലയോ ഭഗവാനെ അന്യങ്ങളോട് കൂടിയിരിക്കുന്ന ദേവന്മാരായ ഞങ്ങളുടെ, ആദിയുള്ളവനും. ദേവന്മാർക്കെല്ലാം ആദിയായിട്ടുള്ളവനാണ് ആര്? വിഷ്ണു ഭഗവാൻ. ആദിയുള്ളവനും. പുരാണഃ, പുരാണൻ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളവനും. ദേവന്മാർക്കെല്ലാം ആദിയായിട്ടുള്ളവനും എന്നുമുള്ളവനും. പുരുഷഃ, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവനും. കൂടസ്ഥഃ, വികാരമില്ലാത്തവനും. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്, വികാരമില്ലാത്തവനാണ്. ത്വം നിന്തിരുവടി അസി ഭവിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ആദിയുള്ളവനാണ്, എല്ലായിടത്തും നിലനിൽക്കുന്നവനാണ്, എല്ലാ കാലത്തും ഉള്ളവനാണ്. അങ്ങനെയുള്ളവനായി ഭവിക്കുന്ന നീ അജഹ, ജന്മഹീനനായ, ത്വം അങ്ങ് ഗുണകർമ്മയോഗോ, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും യോഗത്തിൽ അതിനെല്ലാം കാരണഭൂതനായിരിക്കുന്ന, ശക്തിയാ അജായാം, ശക്തിസ്വരൂപമായിരിക്കുന്ന, അജായാം പ്രകൃതിയിൽ, കവിം വിജ്ഞാനരൂപമായിരിക്കുന്ന, വീരേദഃ വീര്യത്തെ, ആധതേ ആധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് മുമ്പുള്ളതും പിന്നെ എന്നും നിലനിൽക്കുന്നതും എല്ലാ കാലത്തും ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വീര്യത്തെ നൽകുന്നവനുമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് പ്രകൃതിയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ചൈതന്യത്തെയും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദേവന്മാർക്ക് പോലും വീര്യത്തെ നൽകുന്ന വിഷ്ണു ഭഗവാനായിക്കൊണ്ട് നമുക്ക് പ്രണമിക്കാം. ഭഗവാൻ വികാരമില്ലാത്തവനാണ്, ആദിയും അന്തവുമില്ലാതെ എല്ലായ്പ്പോഴും നിലകൊള്ളുന്നവനാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന പാദപത്മത്തോടു കൂടിയവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ വീര്യത്തെ നൽകുന്ന ഭഗവാനായിക്കൊണ്ട് നമുക്ക് പ്രണമിക്കാം. എല്ലാ ഭക്തന്മാർക്കും പ്രണാമം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. रत्नैः कल्पितमानसं हिमजलैः स्नानं च दिव्याम्बरं नानारत्न
रत्नविभूषितं मृगमदामोदाङ्कितं चन्दनं जातिचम्पकबिल्वपत्ररचितं पुष्पं च धूपं तथा दीपं देवदयानिधे पशुपते हृत्कल्पितं गृह्यताम्